فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. ഒടുവിൽ പിശാച് അവരിരുവരിലും ആ വൃക്ഷത്തോട് മോഹം ജനിപ്പിച്ച് നമ്മുടെ കൽപ്പന പാലിക്കുന്നതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ചു. അങ്ങനെ തങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അവരെ പുറംതള്ളി. അപ്പോൾ നാം കൽപ്പിച്ചു, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവിൻ. നിങ്ങൾ പരസ്പരം ശത്രുക്കളാകുന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരേക്കുള്ള താമസവും ജീവിത വിഭവങ്ങളുമുണ്ട്. അതായത് മനുഷ്യന്റെ ശത്രു പിശാചും പിശാചിന്റെ ശത്രു മനുഷ്യനും. പിശാചിന്റെ ശത്രുത വ്യക്തമാണ്. അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് നാശഗർത്തത്തിൽ തള്ളിവിടാൻ അവൻ പരിശ്രമിക്കുന്നു. മനുഷ്യൻ പിശാചിന്റെ ശത്രുവാകുന്നത് യഥാർത്ഥ മനുഷ്യപ്രകൃതിയുടെ താൽപര്യമാണ്. പക്ഷേ ദേഹേച്ഛകളെ ആകർഷിക്കുമാറുള്ള പിശാചിന്റെ പ്രേരണകളിൽ വഞ്ചിതനായി മനുഷ്യൻ അവനെ മിത്രമാക്കുകയാണ്. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ആ സമയം ആദം തന്റെ റബ്ബിങ്കൽ നിന്ന് ചില വചനങ്ങൾ പഠിച്ച് പശ്ചാത്തപിച്ചു. റബ്ബ് അത് സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമത്രേ അവൻ. ദൈവകൽപ്പന ലംഘിച്ചതിനാൽ കുറ്റബോധമുണ്ടായി. നിയമലംഘനത്തിൽ നിന്ന് അനുസരണത്തിലേക്ക് തിരിച്ചുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തന്റെ കുറ്റം അല്ലാഹു പൊറത്തു തരണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അപ്പോൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കാനുള്ള വാചകം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഈ ദയനീയാവസ്ഥയിൽ ആദമിനോട് കനിഞ്ഞ അല്ലാഹു പ്രസ്തുത വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. തൗബ എന്ന പദത്തിന്റെ ഭാഷാർത്ഥം മടങ്ങുക എന്നാണ്. അടിമയുടെ തൗബ ദൈവത്തോടുള്ള ധിക്കാരത്തിൽ നിന്ന് വിരമിച്ച് അടിമത്ത മാർഗത്തിലേക്ക് തിരിച്ചുവരലാണ്. തൗബയുടെ കർത്താവ് അല്ലാഹുവാണ്. അതിനാൽ ഖേദിച്ചു മടങ്ങിയ അടിമയുടെ നേരെ അവൻ കരുണാകടാക്ഷത്തോടെ തിരിയുകയും വീണ്ടും അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപത്തിന്റെ ഫലം അനിവാര്യമാണ്. മനുഷ്യൻ അതനുഭവിച്ചേ തീരൂ എന്ന സിദ്ധാന്തത്തെ വിശുദ്ധ ഖുർആൻ ഇവിടെ ഖണ്ഡിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ പിഴച്ച സിദ്ധാന്തങ്ങളിൽ ഗുരുതരമായ ഒന്നാണത്. കാരണം ഒരിക്കൽ പാപത്തിൽ അകപ്പെട്ടു പോയ വ്യക്തിയെ ഈ സിദ്ധാന്തം എന്നേക്കുമായി നിരാശനാക്കുകയാണ്. തന്റെ അബദ്ധത്തെക്കുറിച്ച് ബോധം വന്ന ശേഷം കഴിഞ്ഞുപോയത് പരിഹരിക്കാനും ഭാവിയിൽ നന്നായി ജീവിക്കാനും ആഗ്രഹിക്കുമ്പോൾ ഈ സിദ്ധാന്തം അവനോട് പറയുന്നു, നിന്റെ രക്ഷയെക്കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയുമില്ല. പ്രവർത്തിച്ചു കഴിഞ്ഞതിന്റെ ദുരന്ത ഫലങ്ങൾ ഏതു നിലയ്ക്കും നീ അനുഭവിച്ചേ തീരൂ. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് മറിച്ചാണ്. നന്മയുടെ പ്രതിഫലവും തിന്മയുടെ ശിക്ഷയും തികച്ചും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. ഏതെങ്കിലും നന്മയുടെ പേരിൽ നമുക്ക് സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നന്മയുടെ അനിവാര്യ ഫലമല്ല, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്കത് നൽകുന്നു, അല്ലെങ്കിൽ നൽകാതിരിക്കുന്നു. അപ്രകാരം ഏതെങ്കിലും തിന്മയുടെ പേരിൽ നമുക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അതും അനിവാര്യമായി സംഭവിച്ചേ തീരൂ എന്ന നിലയ്ക്കുള്ള ഫലമല്ല, മറിച്ച് ഇഷ്ടാനുസരണം നമുക്ക് മാപ്പ് നൽകുകയോ നമ്മെ ശിക്ഷിക്കുകയോ ചെയ്യാൻ അല്ലാഹുവിന് പൂർണ്ണാധികാരമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹവും കരുണയും അവന്റെ യുക്തിയുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അവൻ യുക്തിമാനാണ്. അതിനാൽ തന്റെ അധികാരങ്ങൾ അന്ധമായി ഉപയോഗിക്കുന്നില്ല. ഏതെങ്കിലും നന്മയ്ക്ക് അവൻ സമ്മാനം നൽകുന്നുവെങ്കിൽ അടിമ ആത്മാർത്ഥതയോടെ തന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അത് നിർവഹിച്ചതെന്ന വസ്തുത പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും നന്മ അവൻ തള്ളിക്കളയുന്നുവെങ്കിൽ അതിനു കാരണം ബാഹ്യരൂപം നന്മയുടേതാണെങ്കിലും അല്ലാഹുവിന്റെ പ്രീതി നേടുക എന്ന പരിശുദ്ധ വികാരം അതിന്റെ പിന്നിലില്ലാതെ പോയതായിരിക്കും. അപ്രകാരം ധിക്കാരഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന, ഖേദത്തിനും ലജ്ജയ്ക്കും പകരം കൂടുതൽ തെറ്റു ചെയ്യാനുള്ള അഭിലാഷത്തോടുകൂടി ചെയ്ത തെറ്റുകൾക്കാണ് അവൻ ശിക്ഷ നൽകുന്നത്. അപരാധം പ്രവർത്തിച്ച ശേഷം അതിൽ ലജ്ജിച്ച് ഖേദിക്കുകയും
മേലിൽ നന്നാവാൻ സന്നദ്ധനാവുകയും ചെയ്യുന്നവന്റെ അപരാധങ്ങൾ അല്ലാഹു തന്റെ അനുഗ്രഹത്താൽ മാപ്പാക്കുന്നു. എത്ര വലിയ കുറ്റവാളിക്കും എത്ര കടുത്ത അവിശ്വാസിക്കും ദൈവസന്നിധിയിൽ നിരാശയ്ക്ക് വഴിയില്ല. തങ്ങൾ ചെയ്തുപോയ അബദ്ധം സമ്മതിക്കുകയും നിയമലംഘനത്തിൽ ഖേദിക്കുകയും ദൈവത്തോടുള്ള ധിക്കാരം കൈവെടിഞ്ഞ് അനുസരണ നയം കൈക്കൊള്ളാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നവർക്ക് ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കാം. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നാം പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടുന്ന് ഇറങ്ങിപ്പോകുവിൻ. പിന്നീട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം ലഭിക്കുമ്പോൾ ആർ ആ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുവിൻ എന്ന കൽപ്പന ഇവിടെ ആവർത്തിച്ചത് അർത്ഥവത്താണ്. ആദം പശ്ചാത്തപിച്ചു മടങ്ങിയെന്നും അത് അല്ലാഹു സ്വീകരിച്ചുവെന്നും മുൻവാക്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പോൾ ആദം നിയമലംഘനത്തിന്റെ പേരിൽ ശിക്ഷാർഹനല്ലാതായിരിക്കുന്നു എന്നാണ്. തന്നെ ബാധിച്ചിരുന്ന പാപമാലിന്യത്തിൽ നിന്ന് അദ്ദേഹം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആ കളങ്കം അദ്ദേഹത്തിലോ അദ്ദേഹത്തിന്റെ സന്താന തലമുറകളിലോ അവശേഷിച്ചില്ല. മനുഷ്യവംശത്തിന് പ്രായശ്ചിത്തമായി തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്കയച്ച് കുരിശിലേറ്റേണ്ട ആവശ്യം ദൈവത്തിന് നേരിട്ടതുമില്ല. മറിച്ച് അല്ലാഹു ആദമിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതുകൊണ്ട് മതിയാക്കാതെ അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനായി പ്രവാചകത്വമാകുന്ന ഉന്നത സ്ഥാനവും അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തത്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന കൽപ്പന ആവർത്തിച്ചതിന്റെ ഉദ്ദേശ്യം പശ്ചാത്താപം സ്വീകരിച്ചതിന്റെ ഫലം ആദമിനെ സ്വർഗത്തിൽ തന്നെ താമസിക്കാൻ അനുവദിക്കുകയോ ഭൂമിയിലേക്കിറക്കാതിരിക്കുകയോ അല്ലെന്ന് കാണിക്കുകയാണ്. ഭൂമി അദ്ദേഹത്തിന് ശിക്ഷാലയമായിരുന്നില്ല. അദ്ദേഹത്തെ ഇങ്ങോട്ടയച്ചത് ഒരു ശിക്ഷയായിട്ടുമല്ല. അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടതു തന്നെ ഭൂമിയിലെ ദൈവപ്രാതിനിധ്യത്തിനു വേണ്ടിയായിരുന്നു. സ്വർഗം ആദമിന്റെ സാക്ഷാൽ താമസ സ്ഥലമായിരുന്നില്ല. അവിടെ നിന്ന് പുറപ്പെടാനുള്ള കൽപ്പനയ്ക്ക് ശിക്ഷയുടെ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയക്കണമെന്നു തന്നെയായിരുന്നു അല്ലാഹുവിന്റെ മൗലികമായ തീരുമാനം. പക്ഷേ അതിനു മുമ്പ് പരീക്ഷണാർത്ഥം കുറച്ചു സമയത്തേക്ക് സ്വർഗത്തിൽ നിർത്തിയെന്ന് മാത്രം. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരോ അവർ നരകാവകാശികളാകുന്നു. അതിലവർ ശാശ്വതമായി വസിക്കുന്നവരാകുന്നു. ആയാത്ത് ആയത്തിന്റെ ബഹുവചനമാണ്. ആയത്തിന്റെ സാക്ഷാൽ അർത്ഥം ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മാർഗദർശനം നൽകുന്ന ചിഹ്നം അഥവാ അടയാളം എന്നതാണ്. ഖുർആനിൽ ഈ പദം 4 വ്യത്യസ്താർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലയിടത്ത് അതിന്റെ വിവക്ഷ ചിഹ്നം, അടയാളം എന്നു മാത്രമാണ്. ചിലയിടത്ത് പ്രാപഞ്ചിക ചിഹ്നങ്ങൾക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ദൈവശക്തിയുടെ പ്രകടനങ്ങളിൽ ഓരോന്നും ഈ തിരശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ചിലയിടത്ത് പ്രവാചകന്മാർ മുഖേന പ്രത്യക്ഷമാകുന്ന മുഅ്ജിസത്തുകൾക്കും ആയാത്ത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രവാചകന്മാർ പ്രപഞ്ചാധിപനായ അല്ലാഹുവിന്റെ പ്രതിനിധികളാണെന്നുള്ള അടയാളങ്ങളാണവ. ചിലയിടത്ത് ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങൾക്കും ആയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവ സത്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. അതിനു പുറമെ അല്ലാഹുവിങ്കൽ നിന്ന് വന്നിട്ടുള്ള ഏത് ഗ്രന്ഥത്തിന്റെയും പ്രതിപാദ്യ വിഷയങ്ങൾ മാത്രമല്ല, പദങ്ങളും വിവരണ രീതിയും ഭാഷാശൈലിയുമെല്ലാം അവയുടെ സർവോന്നതനായ രചയിതാവിന്റെ ഔന്നത്യവും മഹത്വവും അടയാളപ്പെടുത്തുന്നതായിരിക്കും. ഓരോ സ്ഥലത്തും വാചകങ്ങളുടെ സന്ദർഭം പരിശോധിച്ച് അവിടെ ഏതർത്ഥമാണ് ആയത്ത് കൊണ്ടുദ്ദേശിക്കപ്പെട്ടതെന്ന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാം. മനുഷ്യവംശത്തിന്റെ ഉൽപ്പത്തി മുതൽ ലോകാവസാനം വരേക്കുള്ള അല്ലാഹുവിന്റെ ശാശ്വത ഉത്തരവാണിത്. 27-ാം സൂക്തത്തിൽ അല്ലാഹുവുമായുള്ള പ്രതിജ്ഞ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും ഇതുതന്നെയാണ്. തന്റെ മാർഗം സ്വയം നിർണയിക്കലല്ല മനുഷ്യന്റെ ജോലി. ദൈവത്തിന്റെ അടിമയും
പ്രതിനിധിയുമെന്ന രണ്ടു തരം നിലപാടുകൾ പരിഗണിച്ച് തന്റെ യജമാനൻ തനിക്ക് നിശ്ചയിച്ച മാർഗം അവലംബിക്കാൻ അവൻ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രസ്തുത മാർഗം തിരിച്ചറിയുന്നതിന് രണ്ട് രൂപമാണുള്ളത്. ഒന്നുകിൽ മനുഷ്യന് നേരിട്ട് തന്നെ ദൈവസന്ദേശം ലഭിക്കുക, അല്ലെങ്കിൽ ദൈവസന്ദേശം ലഭിച്ച മനുഷ്യനെ അനുഗമിക്കുക. യജമാനന്റെ പ്രീതി ഏതു മാർഗത്തിലാണെന്ന് കണ്ടുപിടിക്കാൻ മൂന്നാമതൊരു രൂപമില്ല. പ്രസ്തുത രണ്ടു രൂപങ്ങളൊഴിച്ച് മറ്റെല്ലാ രൂപങ്ങളും പരമാബദ്ധമാണ്. എന്നല്ല, ദൈവത്തോടുള്ള കടുത്ത ധിക്കാരം കൂടിയാണ്. അതിന്റെ ശിക്ഷയാകട്ടെ നരകവുമായിരിക്കും. ആദമിന്റെ ഉൽപ്പത്തിയെയും മനുഷ്യവംശത്തിന്റെ പ്രാരംഭത്തെയും കുറിക്കുന്ന ഈ സംഭവം വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ സ്ഥലമാണിത്. അൽ അഅറാഫ് ഖണ്ഡിക 2, അൽ ഹിജ്ർ ഖണ്ഡിക 3, അൽ ഇസ്രാ ഖണ്ഡിക 7, അൽ കഹ്ഫ് ഖണ്ഡിക 7, ത്വാഹ ഖണ്ഡിക 7, സ്വാദ് ഖണ്ഡിക 5 എന്നിവയാണ് മറ്റ് 6 സ്ഥലങ്ങൾ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 എന്നീ അധ്യായങ്ങളിൽ ഈ കഥ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു താരതമ്യ പഠനം നടത്തുന്ന പക്ഷം 2 ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാം. ആദമിനെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹുവും മലക്കുകളും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച പരാമർശം ജൂതമത നിയമഗ്രന്ഥമായ തൽമൂദിലും കാണാം. പക്ഷേ ഖുർആനിൽ വിവരിക്കപ്പെട്ട കഥ ഉൾക്കൊള്ളുന്ന ആശയ ചൈതന്യം അതിലെവിടെയും കാണപ്പെടുന്നില്ല. മാത്രമല്ല, തൽമൂദിൽ ഇപ്രകാരം ഒരു ഫലിതവും കൂടി കാണാവുന്നതാണ്. മലക്കുകൾ ദൈവത്തോട് ചോദിച്ചു, മനുഷ്യരെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അവരിൽ നല്ല ആളുകളുണ്ടാകാൻ. അതായിരുന്നു കർത്താവിന്റെ പ്രത്യുത്തരം. ചീത്ത ആളുകളെക്കുറിച്ച് ദൈവം പറഞ്ഞില്ല. അഥവാ പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ സൃഷ്ടിക്ക് മലക്കുകൾ അംഗീകാരം നൽകുമായിരുന്നില്ല എന്നർത്ഥം.